ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ പറയുന്നത് സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിനെ കുറിച്ചിട്ടാണ്. നമുക്കൊക്കെ സഹോദരിമാരുണ്ട്. ചില ആളുകൾ നല്ല സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാകും. ചിലത് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ തെറ്റി വഴക്കിട്ട് മിണ്ടാതെ നടക്കുന്നവരുണ്ടാകും. വർഷങ്ങളായിട്ട് മിണ്ടാതെ നടക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉള്ള കാരണം, ഇതിൽ പല രീതിയിൽ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ സഹോദരന്മാർ തമ്മിൽ തെറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ തെറ്റില്ലായ്മ ചെയ്യണം. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു സഹോദരനും ഇടയിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞിട്ട് ആ ഒരു തെറ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ആ വീഡിയോയിലൂടെ പറഞ്ഞു. അത് 100% ഓക്കെയാണ്. അത് മനസ്സിൻ്റെ ഒരു പിരിമുറുക്കം ഇല്ലാതാകുമ്പോൾ തെറ്റുകൾ മറക്കും, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകും, നമ്മൾ പൊരുത്തപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഒരു മനുഷ്യൻ, ഒരു സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും ആരാണെങ്കിലും, ഒരു വ്യക്തി ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ നമുക്ക് ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കാം. 2 പ്രാവശ്യം തെറ്റ് ചെയ്താൽ ക്ഷമിച്ചു കൊടുക്കാം. 3ാമത്തെ പ്രാവശ്യം തെറ്റ് ചെയ്താലും അള്ളാഹിനെ വിചാരിച്ചിട്ട് ഞാൻ ഇവന് പൊരുത്തപ്പെടുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു കൊടുക്കാം. പക്ഷെ നിരന്തരം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, തെറ്റെന്ന് ഉദ്ദേശിച്ചത് ചതി, വഞ്ചന, ഒരു അപവാദങ്ങൾ പറഞ്ഞു വരത്തല്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സങ്കടമാണ് വരിക. ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി തെറ്റ് ചെയ്തവളായിട്ട് ജീവിക്കപ്പെടുക, സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിതയായിട്ട് ജീവിക്കേണ്ടി വരിക, അവളെ അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടി കണ്ട് ശ്രമിക്കുന്ന ചില സഹോദരിമാരുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് തന്നെ എനിക്കറിയാം അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എങ്ങനെയാണ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുക? കാരണം അവർ ഒരു ചെറിയൊരു കുഞ്ഞു സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിലോ ഒരു സ്വത്ത് മുതലിൻ്റെ തർക്കത്തിൻ്റെ പേരിലോ അല്ല, വെറുതെ പുറകെ നടന്നിട്ട് ഹരാസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക. എങ്ങനെയാണ് ആ ഒരു സഹോദരി അല്ലെങ്കിൽ സഹോദരൻ വിജയിക്കുകയാണെന്ന് കണ്ടാൽ ആ വിജയം ഇല്ലാതാക്കാൻ മാക്സിമം എഫേർട്ട് എടുക്കാൻ ശ്രമിക്കണ ഒരു കൂടപ്പറപ്പാണ് എങ്കിൽ എങ്ങനെയാണ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുക? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.